ആഗ്രഹവുമില്ല. പക്ഷെ എന്റെ വീഡിയോസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. പിന്നെ ഈ യൂട്യൂബ് തപ്പിയിട്ടാണ് കേട്ടോ ആളുകളെല്ലാം വരുന്നത്. സോഷ്യൽ മീഡിയ തന്നെയാണ്. ഞാനൊരു വൈറൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വാട്സപ്പില്. ഇപ്പൊ എനിക്കിപ്പോ ശല്യമായി തുടങ്ങി. കാരണം ഗൾഫിൽ നിന്നൊക്കെ കൂടുതൽ ആൾക്കാരെ വിളിക്കുന്നത് ഞാൻ കാഠ്മണ്ഡു വരണം അറേഞ്ച്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് റിട്ടേൺ അടിക്കുന്ന രീതിയിൽ അത് വൈറലായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ. പിന്നെ അത് നിങ്ങൾ മലയാളത്തിൽ മാത്രം സംസാരിക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് മലയാള റേഞ്ചിലാണ് ഇത് എത്തുന്നത്. നമ്മൾ മലയാളികളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെ? മറ്റുള്ള ഹിന്ദിക്കാരനും വരുന്നുണ്ട് അതിന്റെ അടുത്ത്. ഹിന്ദിക്കാര് വന്നാൽ അവര് വേറെ ലെവലിൽ മനസ്സിലായി. നമ്മുടെ മലയാളികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേപ്പാളിലേക്ക് വരാൻ എളുപ്പമാക്കി കൊടുക്കാം. കാരണം മലയാളികൾക്ക് ലോകത്തിൽ ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റിയ ഒരു രാജ്യം നേപ്പാൾ തന്നെയുള്ളൂ. വിസയുടെ പ്രശ്നങ്ങളില്ല. ഒരു പാസ്പോർട്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി ഉണ്ടെങ്കിൽ കാഠ്മണ്ഡു വഴി നമുക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം. ഒരു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ വഴി പോകാം. എത്ര നാൾ വേണമെങ്കിലും അവിടെ താമസിക്കാം. ആരും ചോദ്യം ചെയ്യാനില്ല, ആരും ഒന്നും പറയാനില്ല. ബോർഡർ 24 മണിക്കൂർ ഓപ്പൺ. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു രാജ്യം, പുതിയൊരു കറൻസി, പുതിയൊരു ഭാഷ, പുതിയൊരു സംസ്കാരം, ഇതെല്ലാം നമുക്ക് എപ്പോഴും നേപ്പാളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ ഇവിടെയുള്ളവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എളുപ്പമാണ്. മാത്രമല്ല ഇപ്പൊ ഞാൻ ഈ നേപ്പാളിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈ മലയാളീസ് എല്ലാം ചോദിക്കും. അപ്പൊ ഈ വീഡിയോസ് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് എളുപ്പമാണ്, വരാനും എളുപ്പമാണ്. ഇത്ര സിമ്പിൾ അല്ലേ കാര്യങ്ങള്. എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ ഇന്ന് സത്യത്തില് അന്ന് ഞങ്ങളെ VIP ഗൾഫിൽ ഒരു ചെറിയൊരു അച്ചീവ്മെന്റ് അവാർഡ് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു മാസത്തോളം എനിക്ക് പറഞ്ഞാൽ ഞാൻ ആ ബോർഡറിൽ വെയിറ്റ് ചെയ്തു. നിങ്ങള് അതിന്റെ ഇടയ്ക്ക് ഒരു ഗൾഫ് ടൂർ, യൂറോപ്പ് ടൂർ നടത്തി. അതെല്ലാം നിങ്ങൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് തരുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ആ നേപ്പാളികളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അത് എന്താണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അതിന്റെ ഒരു ക്ഷമനായിട്ട് ഇപ്പൊ ഇത് സ്വീകരിക്കണം. മാത്രമല്ല എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയുള്ള ആൾക്കാർക്ക് ഇപ്പം എല്ലാവരും ഫ്ലൈറ്റിൽ ഇപ്പം ഈ സമയത്ത് ഫ്ലൈറ്റിന് ഭയങ്കര ഇഷ്യൂ ഉണ്ട്. കാരണം അവിടെ ഇറങ്ങാനൊക്കെ ട്രെയിന് ഏതാണ് കുറച്ചുകൂടി ബെറ്റർ? ഇപ്പം ട്രെയിന് പോകാൻ നമുക്ക് എപ്പോഴും രപ്തിസാഗർ എക്സ്പ്രസ്, നമ്മുടെ കൊച്ചി, തിരുവനന്തപുരം, ഗോരഖ്പൂർ. ഒരുപാട് പേര് എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഗോരഖ്പൂർ വരെ ട്രെയിൻ കിട്ടും. അവിടെ നിന്ന് പിന്നെ 3 മണിക്കൂർ നിങ്ങൾ വന്നതായിരിക്കുമല്ലോ. അപ്പൊ ആ ട്രെയിൻ തന്നെയാണ് നമുക്ക് ഏറ്റവും എളുപ്പം. മറ്റേ കൽക്കട്ട കൂടി വരുമ്പോൾ നമുക്ക് ചുറ്റി തിരിയണം. കൽക്കട്ടയിൽ നിന്ന് 10 മണിക്കൂർ യാത്ര ചെയ്താലാണ് നമുക്ക് ചിത്വാണി നാഷണൽ പാർക്കിന്റെ അവിടെ എത്തുള്ളൂ. അല്ലെങ്കിൽ നേപ്പാളിലേക്ക് നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് എത്തുള്ളൂ. ന്യൂ ജാൽപായ്ഗുഡി അല്ലെങ്കിൽ സിലിഗുഡി ആ വഴി നമുക്ക് കയറാം. കാക്കടിപ്പിട്ട വഴി കയറാം. അപ്പോൾ ട്രെയിൻ ഏറ്റവും എളുപ്പം എനിക്ക് വന്ന ഗോരഖ്പൂർ തന്നെയായിരിക്കും. കാരണം തിരുവനന്തപുരത്ത് നിന്നുള്ള ആ ട്രെയിൻ എനിക്കൊക്കെ ഇവിടെ നിന്ന് കയറാൻ എളുപ്പം ആലുവയാണ്. നിങ്ങൾക്ക് മിക്കവാറും പാലക്കാടായിരിക്കും അല്ലെങ്കിൽ ഒറ്റപ്പാലം അല്ലെ ആയിരിക്കും. അതാണ് ഏറ്റവും എളുപ്പം. അതെ, 2 സ്ഥലത്ത് നിങ്ങൾക്ക് അങ്ങനെ എത്തി. പാലക്കാട് പോയേ പോകും. എന്തായാലും ഇന്ന് നിങ്ങൾ ഒരു വലിയ പ്രോഗ്രാമിന് പോകുന്ന അറിഞ്ഞു. ഇത്രയും സമയം എനിക്ക് തന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും നേപ്പാളിൽ വെച്ചിട്ട് വീണ്ടും കാണാം. അതെ, അപ്പൊ നമ്മുടെ ഇവിടെ വടകരയിൽ നിന്ന് വന്ന